ഹായ് ഫ്രണ്ട്സ്, ക്യാച്ച് ദി ഗോസ്റ്റിന്റെ 14ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മാനസിക പ്രശ്നമുള്ള ഇയാളെയാണെങ്കിൽ അമ്മൂമ്മ പുറത്തിറക്കിയതായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നത്. അതാണെങ്കിൽ സിയൂക്കിന്റെ അമ്മയും കണ്ടിരുന്നു. ശബ്ദം ഉണ്ടാക്കരുത്, ഞങ്ങളെ ഫോളോ ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് അമ്മൂമ്മയാണെങ്കിൽ അയാളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴേക്കും പോലീസുകാരും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവര് നേരെ വരുന്നത് അയാൾ കിടന്ന സെല്ലിലേക്കാണ്. എന്നാൽ അവര് വന്ന് നോക്കുമ്പോൾ അവിടെ അയാളില്ല. കുറച്ചു മുന്നേ ആയിരുന്നു നേഴ്സ് അയാൾക്ക് മരുന്ന് കൊണ്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സമയമായിട്ടില്ല. അങ്ങനെ എല്ലാ പോലീസുകാരും അയാളെ അവിടെ തപ്പി നടക്കുന്നു. കുറച്ച് പോലീസുകാർ CCTV അന്വേഷിക്കാനായി പോകുന്നു. ചിലരാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. ബാക്കിയുള്ളവരാണെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങും ഇങ്ങുമായി അന്വേഷിക്കുന്നു. അങ്ങനെ അമ്മൂമ്മയാണെങ്കിൽ പോലീസുകാരുടെ എല്ലാം കണ്ണുവെട്ടിച്ച് അയാളെ കൊണ്ട് നടക്കുന്നു. അങ്ങനെ അവസാനം അമ്മൂമ്മ അയാളെ കൊണ്ട് നേരെ ചെല്ലുന്നത് ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള റൂമിലേക്കാണ്. അതേസമയം CCTV നോക്കിയ പോലീസുകാർക്ക് അയാളെ കൊണ്ടുപോയിരിക്കുന്നത് അമ്മൂമ്മയാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അമ്മൂമ്മയാണെങ്കിൽ സിയൂക്കിന്റെ അമ്മയുടെ കെയർ ടേക്കർ കൂടിയാണ്. അങ്ങനെയുള്ള അവരാണ് അയാളെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്. ഇത് കണ്ട് പേടിച്ച സിയൂക്കാണെങ്കിൽ നേരെ അവന്റെ അമ്മ കിടക്കുന്ന റൂമിലേക്ക് പോകുന്നു. എന്നാൽ ആ റൂമിലാണെങ്കിൽ അവന്റെ അമ്മയില്ല. സിയൂക്കാണെങ്കിൽ ആകപ്പാട് പേടിക്കുന്നുണ്ട്. അപ്പോഴാണ് മാനസിക പ്രശ്നമുള്ള അയാൾ പിടിച്ചു തള്ളിയ കുട്ടിയിലെ ആ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്നുള്ള കാര്യം ഇവരെല്ലാം മനസ്സിലാക്കുന്നത്. അത് വേറെ ആരുമല്ല, ബോസ് ആണ്. എക്സ് ഗേൾഫ്രണ്ട് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. ബോസും മൊട്ടയും കൊച്ചുപയ്യനും എല്ലാം പോലീസ് സ്റ്റേഷനിലല്ലേ ഉള്ളത്. അവരിപ്പോഴും അവിടെ തന്നെയല്ലേ ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് എക്സ് ഗേൾഫ്രണ്ട് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത്. എന്നാൽ അവര് മൂന്നുപേരും അവിടെ നിന്ന് എപ്പോഴേ രക്ഷപ്പെട്ടിരുന്നു. രക്ഷപ്പെട്ട ബോസ് ആണെങ്കിൽ നേരെ എത്തിയിരിക്കുന്നത് ഹോസ്പിറ്റലിലെ റെസ്ട്രിക്റ്റഡ് റൂമിലേക്കാണ്. ഈ റൂമിൽ തന്നെയാണ് മാനസിക പ്രശ്നമുള്ള അയാളും അമ്മൂമ്മയും ഇരിക്കുന്നത്. അവര് മാത്രല്ല, സിയൂക്കിന്റെ അമ്മയും അവിടെ പതുങ്ങിയിരിപ്പുണ്ട്. ബോസ് ആണെങ്കിൽ നേരെ ചെല്ലുന്നത് മാനസിക പ്രശ്നമുള്ള അയാളുടെ അടുത്തേക്കാണ്. ബോസ് ആണെങ്കിൽ സബ്വേ ഗോസ്റ്റിന്റെ അതേ കോസ്റ്റ്യൂമിലാണ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. സബ്വേ ഗോസ്റ്റിന്റെ കയ്യിൽ കാണുന്ന ആ കയറും ബോസിന്റെ കയ്യിലുണ്ട്. അയാളെ കൊല്ലാൻ വേണ്ടിട്ട് തന്നെയാണ് ബോസ് അങ്ങോട്ടേക്ക് എത്തിയത്. അമ്മൂമ്മയാണെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ബോസിന്റെ ഒരേ ഒരു മകളെയാണ് ഇയാൾ കൊന്നത്. അതിന്റെ ദേഷ്യം ബോസിനുണ്ട്. അതുമാത്രല്ല, ഇവരാണെങ്കിൽ ബോസിന്റെ അമ്മ കൂടിയാണ്. തന്റെ മകൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവർക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. അവനെ തടയാൻ വേണ്ടിയിട്ടാണ് അവര് ഇപ്പോഴും ശ്രമിക്കുന്നത്. എന്നാൽ ബോസ് ആണെങ്കിൽ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അപ്പോഴാണ് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നത്. 3 വർഷം മുന്നേ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബോസ് ആണെങ്കിൽ സമാധാനത്തോടുകൂടി തന്നെ സബ്വേയിൽ പോക്കറ്റ് അടിച്ച് നടക്കുമായിരുന്നു. ആ സമയത്താണ് അവന്റെ മകൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അവൻ കാണുന്നത്. അവളെ കണ്ട് ഹാപ്പിയായ ബോസ് ആണെങ്കിൽ അവളെ കൈയെല്ലാം പൊക്കി കാണിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് മാനസിക പ്രശ്നമുള്ള അയാൾ ആ കുട്ടിയുടെ അടുത്തേക്ക് വരുന്നത്. അയാളെ കണ്ട പെൺകുട്ടി ആകെപ്പാടെ പേടിച്ചു പോകുന്നു. അവളാണെങ്കിൽ പുറകോട്ടേക്ക് നടക്കുന്നു. ഇത് കണ്ട് പേടിച്ച ബോസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവന്റെ മകളുടെ അടുത്തേക്ക് വരാനായി ഒരുങ്ങി. എന്നാൽ ചോയി ആണെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാരുടെ പേഴ്സ് മോഷ്ടിച്ചതിനാണ് അവനെ അവൾ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ബോസ് ആണെങ്കിൽ ചോയിനെ പിടിച്ചു തള്ളിയിട്ട് അവന്റെ മകളുടെ അടുത്തേക്ക് ഓടുന്നു. പക്ഷെ ചോയി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെ പിടിക്കുന്നുണ്ട്. അതായത് അവനാണെങ്കിൽ അവളുടെ മകളുടെ അടുത്തേക്ക് എത്താനായി സാധിച്ചില്ല. അതേസമയം അങ്ങോട്ടേക്ക് ഒരു ട്രെയിനും വരുന്നുണ്ടായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ആ പെൺകുട്ടി ട്രെയിനിന്റെ മുന്നിലേക്ക് വീഴുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അത് കണ്ട ബോസ് ആണെങ്കിൽ അവിടെ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ പ്രസന്റ് സീനാണ് കാണുന്നത്. ബോസ് ആണെങ്കിൽ ഒരു ദയയില്ലാതെയാണ് അയാളെ കൊല്ലുന്നത്. അമ്മൂമ്മയാണെങ്കിൽ അവനെ പിടിച്ചു മാറ്റാനെല്ലാം ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം ആണെങ്കിൽ സിയൂക്കിന്റെ അമ്മ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ബോസിന്റെ കൈ കൊണ്ട് അയാളും കൊല്ലപ്പെടുന്നു. ഇതെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം, നീ എവിടെയെങ്കിലും പോയി ജീവിച്ചാൽ മതി എന്നൊക്കെ അമ്മൂമ്മ ബോസിനോട് പറയുന്നു. എനിക്കിനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, അതുകൂടി ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ബോസ് പറയുന്നു. ഇത് കേട്ട അമ്മൂമ്മയാണെങ്കിൽ ആകെപ്പാട് ഷോക്കാവുന്നു. ബോസ് ആണ് സബ്വേ ഗോസ്റ്റ് എന്ന് മനസ്സിലാക്കിയ പോലീസുകാരാണെങ്കിൽ ഹോസ്പിറ്റലിലെ ഓരോ റെസ്ട്രിക്റ്റഡ് ഏരിയയായി പരിശോധിക്കുന്നു. അങ്ങനെ സിയൂക്കും യു ആണെങ്കിൽ ഒരു റൂമിലേക്ക് കയറുന്ന സമയത്താണ് അവിടെ കുറച്ച് ബ്ലഡ് കിടക്കുന്നത് അവർ കാണുന്നത്. ഇത് കണ്ട് സിയൂക്കാണെങ്കിൽ പേടിക്കുന്നുണ്ട്. അവൻ ആ റൂമിൽ മുഴുവൻ അവന്റെ അമ്മയെ അന്വേഷിക്കുന്നു. അങ്ങനെ അവസാനം സിയൂക്കാണെങ്കിൽ ആ റൂമിൽ നിന്ന് തന്നെ അവന്റെ അമ്മയും കണ്ടുപിടിക്കുന്നു. യു ആണെങ്കിൽ അമ്മയുടെ അടുത്ത് ആരെങ്കിലും ഈ റൂമിൽ കണ്ടിരുന്നോ എന്ന കാര്യങ്ങളെല്ലാം തിരക്കുന്നു. സിയൂക്കിന്റെ അമ്മ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ടിരുന്നതാണ്. എന്നാലും ഇവരോട് കണ്ടില്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ സിയൂക്ക് സേഫായി തന്നെ അവന്റെ അമ്മയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. യു ആണെങ്കിൽ ഇവിടെ ബ്ലഡ് കണ്ട കാര്യങ്ങളെല്ലാം എക്സ് ഗേൾഫ്രണ്ടിനെ വിളിച്ചറിയിക്കുന്നു. അങ്ങനെ യു അവിടെ എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നത് അവൾ കാണുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു പേപ്പറും ഉണ്ടായിരുന്നു. യു ആണെങ്കിൽ ആ പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയാൻ അത് തുറന്നു നോക്കുന്നു. ഞാനാണ് ശരിക്കും വിക്ടിം എന്നാണ് ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. യു അങ്ങനെ ആ ലാപ്ടോപ്പിൽ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ പ്ലേ ചെയ്ത് നോക്കുന്നു. അപ്പോഴാണ് ശരിക്കും അന്ന് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ കാണുന്നത്. മാനസിക പ്രശ്നമുള്ള അയാളാണെങ്കിൽ ബോസിന്റെ മകളെ പേടിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അങ്ങനെ പേടിച്ചുപോയ പെൺകുട്ടിയാണെങ്കിൽ നേരെ വന്ന് നിൽക്കുന്നത്
ജിന്നിന്റെ മുന്നിലേക്കാണ്. അതായത് നമ്മുടെ യൂനിന്റെ ട്വിൻ സിസ്റ്ററിന്റെ മുന്നിലേക്ക്. അവൾ ഓട്ടിസം ബാധിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. അവളെയും അയാൾ പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ പെട്ടെന്ന് തന്നെ ജിന്നിനെ പിടിച്ചു തള്ളി. എന്നാൽ ജിന്നിന്റെ മുന്നിൽ തന്നെയായിരുന്നു ബോസിന്റെ മകളും നിന്നിരുന്നത്. ജിന്ന് വീഴാൻ പോയ ഫോഴ്സിൽ അവളാണെങ്കിൽ മുന്നിൽ നിന്ന് ആ പെൺകുട്ടിയാണ് തെള്ളുന്നത്. ആ പെൺകുട്ടി അങ്ങനെയാണ് ആ ട്രെയിനിന്റെ മുന്നിലേക്ക് പെടുന്നതും. ജിന്നത് മനഃപൂർവ്വം ചെയ്ത കാര്യമല്ല. അയാൾ ജിന്നിനെ പിടിച്ചു തെള്ളിയപ്പോൾ ജിന്ന് അറിയാതെയാണ് ആ പെൺകുട്ടിയെ പിടിച്ചു തെള്ളുന്നത്. ആ പെൺകുട്ടി വീഴുന്നതും കണ്ട് ഷോക്കായി അവിടെ കുറച്ചുപേരും കൂടെ നിൽപ്പുണ്ടായിരുന്നു. മാനസിക പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ ഇവിടെ വന്ന് ഇത്ര അലമ്പുണ്ടാക്കിയിട്ടും അവിടെ നിന്ന് ആരും തന്നെ പ്രതികരിച്ചിരുന്നില്ല. ജിന്നിന് മാത്രം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ നിന്ന് ബാക്കിയുള്ള എല്ലാവരെയും തന്നെ നമ്മുടെ ബോസ് കൊന്നിരുന്നു. അതായത് ബോസ് തന്നെയാണ് സബ്വേ ഗോസ്റ്റ്. ബോസ് തന്നെയാണ് ചോയിനെയും കൊന്നത്. മകൾ മരിക്കുന്ന സമയത്ത് ചോയിയാണെങ്കിൽ അവനെ പിടിച്ചു നിർത്തിയില്ലായിരുന്നോ? ആ ദേഷ്യമാണ് ബോസിന് ചോയിയോട്. അതേപോലെ തന്നെ അയാളാണെങ്കിൽ അവിടെ വന്ന് അത്രയും പ്രശ്നം ഉണ്ടാക്കിയ സമയത്തും ആരും തന്നെ പ്രതികരിച്ചിരുന്നില്ല. ആ ദേഷ്യത്തിനാണ് ബോസ് ആണെങ്കിൽ ഇവരുടെ എല്ലാം പേഴ്സ് അടിച്ചു മാറ്റിയിട്ട് അത് തിരിച്ചു തരാമെന്നും പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തി അവരെല്ലാം കൊല്ലുന്നത്. മാനസിക പ്രശ്നമുള്ള അയാളെയും ഇപ്പോൾ ബോസ് കൊന്നിരിക്കുന്നു. ഇപ്പോഴും ജിന്നിന് മാത്രം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾക്കറിയില്ല. അങ്ങനെ യു ആണെങ്കിൽ തന്റെ സിസ്റ്റർ ഒരു പെൺകുട്ടിയെ പിടിച്ചു തള്ളുന്ന വീഡിയോ കണ്ട് ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. യുവിന് ഒരിക്കൽ അത്യാവശ്യമായി പുറത്തു പോകേണ്ട സമയത്ത് അവളുടെ നേഴ്സ് ഫ്രണ്ടിന്റെ അടുത്ത് ജിന്നിനെ ഏൽപ്പിച്ചതായിരുന്നു. അങ്ങനെ അവളുടെ നേഴ്സ് ഫ്രണ്ട് ഒന്ന് മാറുന്ന സമയത്തായിരുന്നു ആ ആക്സിഡന്റ് അവിടെ നടന്നിരുന്നത്. എന്നാൽ അവളുടെ ഫ്രണ്ട് ആണെങ്കിൽ പേടിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും യൂനിനോട് അന്ന് പറഞ്ഞിരുന്നില്ല. അതിനൊക്കെ ശേഷമാണ് ജിന്നിനെ കാണാതായതും. യൂനിന്റെ നേഴ്സ് ഫ്രണ്ട് ആണെങ്കിലും അവളോട് കരഞ്ഞ സോറി എല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും മറ്റു പോലീസുകാരും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരും ആ വീഡിയോ എല്ലാം കാണുന്നുണ്ട്. അതേസമയം മൊട്ടയും കൊച്ചുപയ്യനും ഒരു വണ്ടി എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. അവർക്ക് ഇപ്പോഴും ബോസ് ആണ് സബ്വേ ഗോസ്റ്റ് എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഇവര് രണ്ടുപേരുമായിരിക്കും സബ്വേ ഗോസ്റ്റ് എന്ന് ബോസ് പോലീസുകാരെ വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? അങ്ങനെയാണ് ഇവര് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത്. അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ബോസ് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ഹാപ്പിയിലാണ് രണ്ടുപേരും. ഇവര് മൂന്നുപേരും മറ്റൊരു രാജ്യത്തിലേക്ക് രക്ഷപ്പെടാൻ പോവാണ്. എന്നാൽ അതിനു മുന്നേ തന്നെ കൊച്ചുപയ്യന് കുറച്ച് മരുന്നുകളുടെ ആവശ്യമുണ്ട്. അവന് മാനസികമായി കുറച്ച് പ്രശ്നങ്ങളുള്ള കാര്യം നമ്മൾ കണ്ടിരുന്നതല്ലേ? അപ്പോൾ ബോസ് ആണെങ്കിൽ ആ മരുന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് എന്നാണ് ഇവര് രണ്ടുപേരും വിചാരിക്കുന്നത്. ബോസിന് ഇവരോട് സ്നേഹം ഉണ്ടെന്നൊക്കെ ഇവര് ചിന്തിക്കുന്നു. എന്നാൽ നമുക്ക് മാത്രമാണ് ബോസ് അവിടെ എന്തിനാണ് പോയത് എന്നറിയാവുന്നത്. അങ്ങനെ അവര് രണ്ടുപേരും ആ വണ്ടി വഴി നേരെ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കയറുന്നു. അവിടെയെല്ലാം ചെക്കിംഗ് ഉണ്ടെങ്കിലും അകത്തോട്ട് പോകുന്ന വണ്ടിക്കൊന്നും ചെക്കിംഗ് ഇല്ലായിരുന്നു. അങ്ങനെ സുഖമായി തന്നെ അവര് രണ്ടുപേരും ആ വണ്ടി വഴി അകത്തേക്ക് കയറി. അപ്പോഴേക്കും അവരുടെ അടുത്ത് ഒരു പെട്ടി ഉരുട്ടിക്കൊണ്ട് ബോസും എത്തുന്നുണ്ട്. ആ പെട്ടിക്കകത്ത് മുഴുവൻ നമ്മുടെ കൊച്ചുപയ്യന്റെ മരുന്നാണ് എന്നാണ് കൊച്ചുപയ്യൻ ചിന്തിക്കുന്നത്. ബോസിന് അവനോട് ഇത്ര സ്നേഹമുണ്ടോ എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അങ്ങനെ ബോസ് ആ പെട്ടി എടുത്ത് വണ്ടിയുടെ ബാക്കിലേക്കാണ് കയറുന്നത്. ആ പെട്ടിക്കകത്ത് മരുന്നാണോ അതോ മാനസിക പ്രശ്നമുള്ള അയാളുടെ ബോഡിയാണോ എന്നൊന്നും അറിയില്ല. ആ റൂമിൽ എന്തായാലും ആ ബോഡി ഇല്ലായിരുന്നു. ബോസ് ആണെങ്കിൽ ചിലപ്പോൾ ഈ പെട്ടിക്കകത്ത് അയാളുടെ ബോഡി ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. അങ്ങനെ അവര് മൂന്നുപേരും ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ അവിടെ തന്നെ ചെക്ക് ചെയ്യാനായിട്ട് കൊളീഗ്സ് എല്ലാം നിപ്പുണ്ടായിരുന്നു. കൊളീഗ്സ് ആണെങ്കിൽ അവരെ രണ്ടുപേരെയും കാണുന്നുണ്ട്. എന്നാൽ അവരെ പിടിക്കുന്നതിന് മുന്നേ തന്നെ അവരാണെങ്കിൽ ആ വണ്ടി എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ നമ്മുടെ രണ്ട് കൊളീഗ്സും അങ്ങനെയൊന്നും അവരെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവര് രണ്ടുപേരും രണ്ട് വണ്ടിയിലായിട്ട് അവരെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ ഒരു കൊളീഗ് ആണെങ്കിൽ അവന്റെ വണ്ടി എടുത്ത് അവരുടെ വണ്ടിക്ക് ക്രോസ് ആയി കൊണ്ട് നിർത്തുന്നു. ആ സമയത്ത് മൊട്ടയും കൊച്ചുപയ്യനും ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. കൊളീഗും അവരെ രക്ഷപ്പെടാനായി അനുവദിക്കുന്നില്ല. കൊളീഗും അവരെ ഫോളോ ചെയ്തു പോകുന്നു. അങ്ങനെ അവസാനം ഈ രണ്ട് കൊളീഗ്സും അവരെ രണ്ടുപേരെയും പിടിക്കുന്നുണ്ട്. ഇപ്പോഴും ആ വണ്ടിയുടെ പുറകിൽ ബോസ് ഉണ്ടായിരുന്നു എന്ന കാര്യമൊന്നും ഇവർക്കറിയില്ല. അങ്ങനെ കൊളീഗ്സ് ആണെങ്കിൽ മൊട്ടയോടും കൊച്ചുപയ്യനോടും അവര് എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് എന്നൊക്കെ തിരക്കി. അപ്പോഴാണ് ബോസിനെ രക്ഷപ്പെടുത്താനാണ് അവര് വന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അവര് പെട്ടെന്ന് തന്നെ ആ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ അവര് ചെന്ന് നോക്കുമ്പോഴേക്കും ആ വണ്ടിയുടെ പുറകിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ പെട്ടിയും കാലിയായിട്ടാണ് കിടക്കുന്നത്. ബോസ് ആണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. ആ പെട്ടിക്കകത്താണെങ്കിൽ മാനസിക പ്രശ്നമുള്ള അയാളുടെ ബോഡി ആണെങ്കിൽ അതൊരു പക്ഷെ സബ്വേയിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ടായിരിക്കും ബോസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ബോസ് തന്നെയാണല്ലോ സബ്വേ ഗോസ്റ്റ്. അതായത് ആൾക്കാരെ കൊന്നിട്ട് അവരുടെ ബോഡി സബ്വേയിലേക്ക് കൊണ്ടിരുന്ന സബ്വേ ഗോസ്റ്റ്. എന്നാൽ ബോസ് ആണെങ്കിൽ ഇതുവരെയായിട്ടും തന്റെ മകൾ മരിക്കുന്നത് നോക്കി നിന്ന ആൾക്കാരെ മാത്രമാണ് കൊന്നിരിക്കുന്നത്. അല്ലാത്ത ഒരാളെ പോലും ബോസ് കൊന്നിട്ടില്ല. അങ്ങനെ ബോസ് രക്ഷപ്പെട്ട കാര്യങ്ങളെല്ലാം കൊളീഗ്സ് ആണെങ്കിൽ യൂനിനെ സിയുകിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അമ്മൂമ്മയുടെ മകനാണല്ലോ ബോസ്, അതുകൊണ്ട് തന്നെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി അന്വേഷിക്കാം എന്നൊക്കെ സിയുക്കും യുവും തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും നേരെ അമ്മൂമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് അവര് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവര് മാത്രമല്ല ജിന്നും അവരുടെ കൂടെ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ജിന്ന് ഇവിടെ എങ്ങനെയാണ് വന്നത് എന്നുള്ള ഫ്ലാഷ് ബാക്ക് ആണ് പിന്നെ നമ്മളെ കാണിക്കുന്നത്. ബോസിന്റെ മകൾ മരണപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ബോസ് ആണെങ്കിൽ മകൾ മരണപ്പെട്ട വിഷമത്തായിരുന്നു. അവൻ ആത്മഹത്യ വല്ലതും
ചെയ്യുവോ എന്ന പേടിയിൽ ഇവരാണെങ്കിൽ ബോസിനെ ഫോളോ ചെയ്യുമായിരുന്നു. അങ്ങനെ ബോസ് ആണെങ്കിൽ തന്റെ മകൾ മരണപ്പെട്ട അതേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നു. ബോസിനെ ഫോളോ ചെയ്ത് അവന്റെ അമ്മ കൂടിയുണ്ട്. അങ്ങനെ അവൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് ട്രെയിനിൽ നിന്ന് ജിൻ ഇറങ്ങി വരുന്നത്. ഒരിക്കൽ യുവും ജിന്നും വഴക്കിട്ട് യു ആണെങ്കിൽ ഒരു സ്റ്റേഷനിലേക്ക് ഇറങ്ങിയില്ലായിരുന്നു. എന്നാൽ ജിൻ ആണെങ്കിൽ ആ സ്റ്റേഷനിൽ ഇറങ്ങിയിരുന്നില്ല. അവൾ അങ്ങനെ ആ ട്രെയിനിൽ യാത്ര ചെയ്ത് ഈ സ്റ്റേഷനിലേക്കാണ് വന്നിറങ്ങുന്നത്. അങ്ങനെ ജിന്നാണെങ്കിൽ നേരെ വന്ന് ബോസിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു. തന്റെ മകൾ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന കാര്യം ബോസിന് അറിയാലോ. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളെയും പിടിച്ച് ഒരു റൂമിലേക്കാണ് കയറുന്നത്. ആ റൂമിലേക്ക് കയറിയ ബോസ് ആണെങ്കിൽ ജിന്നിനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. ഇതെല്ലാം പുറത്തു നിന്ന് ബോസിന്റെ അമ്മയും കാണുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ജിന്നിനെ കാണാനില്ല എന്നും പറഞ്ഞ് യു ആണെങ്കിൽ അവിടെയെല്ലാം അന്വേഷിച്ച് നടക്കുന്നത്. യു ആണെങ്കിൽ ഓടി അമ്മൂമ്മയുടെ അടുത്തും വരുന്നുണ്ട്. അവര് ജിന്നിനെ കണ്ടോ എന്നൊക്കെ യു തിരക്കുന്നു. എന്നാൽ കണ്ടില്ല എന്നാണ് അമ്മൂമ്മയും പറയുന്നത്. അങ്ങനെ യു ആണെങ്കിൽ ജിന്നിനെ അന്വേഷിച്ച് അവിടെയെല്ലാം ഓടി നടക്കുന്നു. അതേസമയം ബോസ് ആണെങ്കിൽ അവളെ ഉപദ്രവിച്ച് അവിടെ കിടത്തിയിരിക്കുന്നു. അവിടെ കണ്ടൊരു ബാഗിലേക്ക് ബോസ് അവളെ കയറ്റുന്നു. എന്നിട്ട് നേരെ ആ ടണലിലേക്കാണ് പോകുന്നത്. ജിന്ന് മരണപ്പെട്ടു എന്നും വിചാരിച്ചാണ് ബോസ് അവളെ ആ ബാഗിലാക്കി കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ ടണലിൽ കൂടെ പോകുന്ന സമയത്താണ് ബോസ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അതാണെങ്കിൽ ആ ബാഗിൽ നിന്നാണ് വരുന്നതും. ജിന്നിന്റെ സൗണ്ടാണ് ബോസ് കേട്ടത്. ബോസ് ആണെങ്കിൽ ബാഗ് പെട്ടെന്ന് തന്നെ തുറന്നു നോക്കുന്നു. ജിന്നിനാണെങ്കിൽ ജീവനുണ്ടായിരുന്നു. ബോസ് പിന്നെയും അവളെ കൊല്ലാനായി വരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് തന്നെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ബോസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ജിന്നിന്റെ കഴുത്തിൽ കിടന്ന മാലയും പൊട്ടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ ആ ശബ്ദം ഉണ്ടാക്കി വന്നിരുന്നത് ബോസിന്റെ അമ്മ തന്നെയാണ്. ബോസിന്റെ അമ്മ പെട്ടെന്ന് തന്നെ ബാഗിന്റെ അടുത്തേക്ക് വന്ന് ജിന്നിനെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ രക്ഷിച്ച ജിന്നിനെ ആണെങ്കിൽ അവര് 2 വർഷമായി അവരുടെ വീട്ടിൽ തന്നെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഈ 2 വർഷമായിട്ടും ബോസ് ആണെങ്കിൽ മൊട്ടയുടെ കൂടെയും കൊച്ചുമയിന്റെയും കൂടെയാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ അമ്മ തന്റെ വീട്ടിൽ ജിന്നിനെ താമസിപ്പിച്ചിരുന്നു എന്ന കാര്യമൊന്നും ബോസിന് അറിയില്ല. ബോസ് ആണെങ്കിൽ ജിന്നിന്റെ കഴുത്ത് പിടിച്ചായിരുന്നു ഉപദ്രവിച്ചത്. അതുകൊണ്ടാണ് ബോസ് സബ്വേ ഗോസ്റ്റിന്റെ വേഷത്തിൽ വന്ന് യൂനിന്റെ കഴുത്ത് നോക്കിയത്. ഒരു എപ്പിസോഡിൽ സബ്വേ ഗോസ്റ്റ് ആണെങ്കിൽ യൂനിന്റെ കഴുത്ത് വന്ന് പിടിക്കുന്നത് നമ്മൾ കണ്ടിരുന്നില്ലേ. എന്നാൽ കഴുത്ത് പിടിച്ച സബ്വേ ഗോസ്റ്റ് ആണെങ്കിൽ അവളെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോയിരുന്നു. യുവും ജിന്നും ട്വിൻ സിസ്റ്റർ ആണ് എന്ന കാര്യമൊന്നും ബോസിന് അറിയില്ലായിരുന്നു. അന്ന് തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിയായിരുന്നു അത് എന്നറിയാൻ വേണ്ടിട്ടായിരുന്നു ബോസ് അന്ന് യൂനിന്റെ അടുത്തേക്ക് പോയിരുന്നത്. അങ്ങനെ ഇത് ആ പെൺകുട്ടിയല്ല എന്ന് മനസ്സിലാക്കിയ സബ്വേ ഗോസ്റ്റ് ആണെങ്കിൽ അവളെ ഒന്നും ചെയ്യാതെയാണ് അവിടെ നിന്ന് പോയത്. ബോസ് ആണെങ്കിൽ ഇനി ഒരു കാര്യം കൂടെ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ. അതൊരു പക്ഷെ ജിന്നിനെ ഉപദ്രവിക്കുന്ന കാര്യമായിരിക്കും എന്ന് മനസ്സിലാക്കിയ അമ്മൂമ്മയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജിന്നിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. അവരാണെങ്കിൽ ഇത്രയും നാളും തന്റെ മരണപ്പെട്ട കൊച്ചുമകളുടെ സ്ഥാനത്താണ് ജിന്നിനെ വളർത്തിയത്. നിനക്ക് ഒന്നും തന്നെ സംഭവിക്കത്തില്ല, നിന്നെ ഞാൻ തന്നെ സംരക്ഷിച്ചോളാം, ഞാൻ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് പെട്ടെന്ന് തന്നെ വരാം, ആര് വന്ന് ഡോറ് മുട്ടിയാലും നീ ഡോറ് തുറക്കരുത് എന്നൊക്കെ പറഞ്ഞ അമ്മൂമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അമ്മൂമ്മ അവിടെ നിന്ന് പോയതിനു ശേഷമാണ് അങ്ങോട്ടേക്ക് സിയുക്കും യുവും എത്തുന്നത്. അവരാണെങ്കിൽ അമ്മൂമ്മയുടെ വീട് തപ്പിയാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യം മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്നൊക്കെ സിയുക്ക് പറഞ്ഞ് അവരോട് ഡോറ് തുറക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതുവരെയായിട്ടും അമ്മൂമ്മ പൈസ എടുത്ത് തിരിച്ചു വന്നിട്ടില്ല. ആ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ജിന്ന് മാത്രമാണ് ഉള്ളത്. ജിന്നാണെങ്കിൽ പേടിച്ചിട്ട് അത് തുറക്കുന്നുമില്ല. ആ സമയത്താണ് പുറത്തു നിന്ന് യു ആണെങ്കിൽ ഡോറ് തുറക്കാനൊക്കെ ആവശ്യപ്പെടുന്നത്. ഇതാണെങ്കിൽ അകത്ത് നിന്ന് ജിന്നും കേൾക്കുന്നുണ്ട്. 2 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് തന്റെ ട്വിൻ സിസ്റ്ററിന്റെ സൗണ്ട് ജിന്ന് കേൾക്കുന്നത്. അവൾക്കാണെങ്കിൽ ആ ഡോർ തുറക്കണമെന്നുണ്ട്. ആ ഡോറിന്റെ അപ്പുറം ഇപ്പുറമായി ട്വിൻ സിസ്റ്റേഴ്സ് നിപ്പുണ്ട്. ഈ സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ. അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.